ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്താ പറയുക, വൈകുന്നേരത്തെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചെറുതായിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിനും വേണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളും ഡ്രസ്സ് ഒക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളെ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ 2 കല്യാണം. അപ്പോൾ ചെറിയ റയ്യൂന് ചെറിയ മക്കൾക്ക് ഡ്രസ്സ്, കല്യാണത്തിന് ഇടാൻ ഡ്രസ്സില്ല. അപ്പോൾ ശരി, ഒക്കെ ഡ്രസ്സ് എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ എല്ലാ കുട്ടികൾക്ക് വേണ്ടിയതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. 6 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. സാധാരണ ഞങ്ങൾ റെഡ് ഹിൽസിലേക്കാണ് പോവാറ്. അവിടെ രേവതി സ്റ്റോറുണ്ട്, അതിലേക്കാണ് പോകൽ. പക്ഷേ ഇപ്പോൾ ഓഡി സെയിലൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടെ തിരുവല്ലൂരുണ്ട് DMart, തിരുവല്ലൂരില്ല. അപ്പോൾ അതിൽ നല്ല കുറച്ച് വില അധികമാണ്, എന്നാലും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അപ്പോൾ അതാണ് അങ്ങോട്ട് പോകാൻ കരുതി. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക, DMartക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും എന്താ പറയുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കാണട്ടെ എല്ലാവരും, എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. കാരണം ഞാൻ എന്താ പറയുക, ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പതുക്കെ ഓരോരോ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ച് പിന്നെ വരുന്നത് കേട്ടോ. ഞങ്ങൾ DMartലെത്തിയിട്ടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറച്ചൊക്കെ ഒരു തിരക്കൊഴിവുണ്ട്. തിരിച്ച് പോരാനൊക്കെ ആയപ്പോഴേക്കും എന്താ പറയുക, നല്ല തിരക്കായി പോയിട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വന്ന ശേഷം വോയിസ് കൊടുക്കണം. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. ഓല് ചില സ്ഥലത്തൊക്കെ അവർ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ചിലയിടത്തൊക്കെ അവർ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അതിനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇടുന്ന ഒരു ട്രോളിൻ്റെ അതിൽ റയ്യൂന് അതിലാണ് കയറ്റിയിരുത്തിയിട്ട് പിന്നെ ബാക്കി പർച്ചേസിങ് അങ്ങനെ ഓളി വലിച്ചെന്ന് ഓളെടുത്തിട്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ, അതൊരു സുഖമായി. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക തിരിച്ച് പോന്നു. തിരിച്ച് ഒക്കെ പോരാനായപ്പോഴൊക്കെ ടൈം എന്നിട്ട് 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എന്നാലും വില ഉണ്ട് കേട്ടോ. എന്നാലും പക്ഷേ ക്ലോത്തുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ DMartൽ കിട്ടും കേട്ടോ. നമുക്കിവിടെ വന്നാൽ പിന്നെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് DMartൽ കിട്ടും. പക്ഷേ ഇത് രേവതി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ ഉള്ള നമ്മളെ തമിഴ്നാടിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ മോൾക്ക് 2 ചുരിദാറുമൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കയ്യില്ലാത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ കിട്ടെ, ഈ നൈറ്റ് ഡ്രസ്സും അതിലൊക്കെ ഡ്രസ്സ് അവർക്കുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ചുരിദാറും പാൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റായിട്ട് കൊടുത്തു. പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കുറേ ആയിട്ട് വാങ്ങിയിട്ട് എൻ്റെ മോന് പിന്നെ TVൻ്റെ ഇത് വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ സാധനങ്ങളങ്ങനെ
അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം വാങ്ങലില്ല. തണുത്തതായിട്ടും അങ്ങനത്തെ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ ഇപ്പം ഇന്നാണ് ശരിക്കും ആദ്യമായിട്ട് അവർക്ക് ചോക്ലേറ്റ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ കൂടി അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുക. പിന്നെ ചെറിയ മുടിമണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അത്യാവശ്യം റേറ്റുണ്ട്, ഭാഗത്ത് റേറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ല. എന്നാൽ റേറ്റ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ക്വാളിറ്റി അവരുടെ അടുത്തുണ്ട് കേട്ടോ. നല്ലൊരു ഇതാണ്. പിന്നെ അങ്ങനെയൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങിനെത്തി. ബില്ലിങ് ചെയ്യാൻ കൊടുത്ത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കരുത് കാരണം അവർ. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഭയങ്കര തിരക്കാണ് അവിടെ. തിരക്കുണ്ട്, നമുക്ക് സ്ഥലമല്ല അവിടെ. അങ്ങനെ അക്കോലം തിരക്കാണ് കേട്ടോ. പിന്നെ ചെന്നൈയിൽ വന്നിട്ട് ഭയങ്കര ചൂടാണ് അവിടെ. നാട്ടിലാണെങ്കിൽ നല്ല മഴയും. പിന്നെ ചൂട് കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് വൈകുന്നേരം നമുക്ക് എന്താ പറയുക പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. ഷോപ്പിങ്ങിന് അതുപോലെ എന്ത് ഇതിനും വൈകുന്നേരം അങ്ങനെ ജസ്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും പുറത്ത് കാണണമെങ്കിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം ഇറങ്ങുക എന്നുള്ളൊരു ഇത് പറ്റുള്ളൂ. പകലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല. കുറച്ചൊരു ചൂട് കൊണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക അത്രക്കും നമ്മൾ ക്ഷീണിക്കും. എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അത്രത്തോളം പിന്നെ ടയേർഡാവും. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. തിരിച്ച് പോകുന്നു. ഇപ്പോൾ കുറേ നേരം വൈകി, ടൈം ഒരു 9-9:30 ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളവിടെ അത്തിപ്പേട്, നമുക്കിവിടെ അങ്ങാടിയായിട്ടുള്ള പിന്നെ നാട്ടിലത്തൊക്കെ പോലെ ഏകദേശമൊക്കെ ഒരു ഫുഡ് കിട്ടുന്നൊരു സ്ഥലമായിട്ടത്. ധാബ എന്നാണ് അതിൻ്റെ പേര്. അവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. പ്രാവശ്യം ഞങ്ങൾ രാത്രി ഒരു ഫുഡ് വാങ്ങിയിരുന്നു. അപ്പോഴാണ് ശരിക്ക് അവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയണതും. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ അറിയണത്. അപ്പം അങ്ങനെ അവിടെ നിന്ന് കഴിക്കാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ചെറിയൊരു അങ്ങാടിയാണ്. ചെറുതല്ല, അത്യാവശ്യം കുറച്ചൊക്കെ വലിയ അങ്ങാടി. അവിടെ ശരിക്കും നല്ലൊരു ഫുഡ് കിട്ടുന്ന കട പറഞ്ഞാൽ ഇത് തന്നെ ഉള്ളൂ കേട്ടോ. ധാബ എന്ന ഇതിൻ്റെ പേര്. പിന്നെ ഇങ്ങനെ ഇതേപോലെ ഇതുണ്ടോ ഇങ്ങനെ ഈ എന്താ പറയുക കട്ടിലുമാരുണ്ടാവുന്ന ടൈമേ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ സാധനം കേട്ടോ. ഞങ്ങൾ ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ്റെ ഗ്രേവി അതുപോലെ ഇത് ബട്ടർ നാനോ പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഇത് ഞങ്ങൾ എടുത്ത് കേട്ടോ. അടിപൊളിയാണ് ഫുഡ്, സൂപ്പറാണ് ഭക്ഷണം, നല്ല ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ചെറിയ വീഡിയോ ആണ്. ഇതെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഷെയർ ചെയ്തുകൊണ്ടൊക്കെ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ. ഒന്നുകൂടി പറയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും എല്ലാവർക്കും.